മലയാള സിനിമകളുടെ അത് അടുത്ത് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചിത്രങ്ങളുടെ ബഡ്ജറ്റാണ് നമുക്ക് പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ആടുജീവിതം കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യുന്നു. ആ ആടുജീവിതത്തിൻ്റെ ബഡ്ജറ്റ് നോക്കാൻ ഏകദേശം 65 കോടി മുതൽ 70 കോടിയാണ് ചിത്രത്തിൻ്റെ ബഡ്ജറ്റ്. അപ്പോൾ അത്രയേറെ കളക്ഷൻ നേടിയാൽ മാത്രമാണ് ചിത്രം വലിയ വിജയം ചാൻസ് ഉള്ളൂ. അതുപോലെ അടുത്ത് നോക്കിയാൽ ഏപ്രിൽ 11 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചിത്രങ്ങളാണ് ആവേശം എന്ന് പറഞ്ഞ ചിത്രമാണ്. ജിത്തു മാധവാണ് ഇതിൻ്റെ ഡയറക്ഷൻ. ഫഹദ് ഫാസിലാണ് നായകനായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 30 കോടിയാണ് ആവേശത്തിൻ്റെ ബഡ്ജറ്റ്. അതുപോലെ തന്നെ ഇനി വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ്. പ്രണവ് മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, ജാൻ ശ്രീനിവാസൻ, കല്യാണി പ്രദേശ് തുടങ്ങിയ ചിത്രത്തിലുള്ളത്. ഏകദേശം ഇതിൻ്റെ ബഡ്ജറ്റ് നോക്കുന്നത് 25 തൊട്ട് 30 കോടിയാണ് ഇതിൻ്റെ ബഡ്ജറ്റ്. മറ്റൊരു ചിത്രം ഒരു ആനിമേഷൻ മൂവിയാണ്. അതായത് ജയഗണേഷ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. മലയാളത്തിൽ മിന്നൽ കൂടുന്ന പോലെയുള്ള ഒരു മൂവിയാണ്. ഉണ്ണിമോഹനാണ് നായകൻ. രജിശങ്കറാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ബഡ്ജറ്റ് കണക്കൊക്കെ ഏകദേശം 13 കോടിയാണ്. അപ്പോൾ ഇത്രയേറെ ചിത്രങ്ങളാണ്. ഇതിൽ ബഡ്ജറ്റ് ഏറ്റവും സിമ്പിളായി നേടാൻ വേണ്ടി ജയകൃഷ്ണനായിരിക്കും. അപ്പോൾ ആരായിരിക്കും വിജയിക്കുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതായിരിക്കും ബൈ ബൈ ഫ്രണ്ട്സ്.